20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സൗദി ജയിലിൽ നിന്നും തിരിച്ചെത്തിയ അബ്ദുൾ റഹീമിന് ജന്മനാട്ടിൽ വൻ വരവേൽപ്പ്. സൗദി റിയാദിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് റഹീം കോഴിക്കോട്ടെത്തിയത്. പ്രാർത്ഥനയും നിയമ പോരാട്ടവുമായി 2 പതിറ്റാണ്ട് കാത്തിരുന്ന ഉമ്മ സ്നേഹചുംബനം നൽകി അബ്ദുൾ റഹീമിനെ സ്വീകരിച്ചു. രണ്ട് പതിറ്റാണ്ട് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലായിരുന്നു അയാൾ. ലോക മലയാളികളുടെ കാരുണ്യ മനസ്സ് കടൽപ്പാലം പോലെ കൈകോർത്തു. അശ്രാന്ത പരിശ്രമം, പ്രാർത്ഥനകൾ. ഒടുവിൽ തടവറയിൽ നിന്ന് മോചിതനായി റഹീം ഉമ്മത്തണലിലേക്ക് തിരിച്ചു വന്നു. സൗദി സമയം ഇന്നലെ രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്ന് രാവിലെ 7:35 റഹീം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തി. അബ്ദുൾ റഹീം നിയമസഹായ സമിതി പ്രവർത്തകരും വ്യവസായി ബോബി ചെമ്മണ്ണൂരും റഹീമിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയെന്ന് അബ്ദുൾ റഹീമിന്റെ ആദ്യ പ്രതികരണം. വിമാനത്താവളത്തിൽ നിന്നും നേരെ ഫറോക്ക് കോടമ്പുഴയിലെ വീട്ടിലേക്ക്. 6 മക്കളിൽ ഏറ്റവും ഇളയവനായ റഹീമിനെ വരവേൽക്കാൻ ബന്ധുക്കളും നാട്ടുകാരും ഫറോക്കിലെ വീട്ടിൽ പുലർച്ചെ മുതൽ തടിച്ചുകൂടിയിരുന്നു. 20 പതിറ്റാണ്ട് പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഉമ്മ റഹീമിനെ സ്നേഹാലിംഗനം ചെയ്ത് നിറയെ ഉമ്മകളുമായി സ്വീകരിച്ചു. വലിയ പെരുന്നാൾ ദിനത്തിൽ ഫാത്തിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ പെരുന്നാൾ സമ്മാനം. ചേർത്ത് നിർത്തിയ സകലർക്കും നന്ദിയെന്ന് അബ്ദുൾ റഹീം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മകനെ തിരികെ കിട്ടിയതിലുള്ള സന്തോഷത്തിൽ മാതാവ് ഫാത്തിമയും. ഒരുപാട് സന്തോഷം. ഇന്ന് പെരുന്നാൾ ദിനം കൂടിയാണ്. സന്തോഷം ഇരട്ടിയായി. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അബ്ദുൾ റഹീമിനെയും കുടുംബത്തെയും നേരിൽ കണ്ട് സന്തോഷം പങ്കിടാൻ വീട്ടിലേക്കെത്തി. ഇതിനിടെ വീഡിയോ കോളിലൂടെ മുഖ്യമന്ത്രി VD സതീശനും. 2006 നവംബർ 28 ജീവിതം കരുപ്പിടിപ്പിക്കാൻ റഹീം ഗൾഫിലേക്ക് വിമാനം കയറിയത്. ദിവസങ്ങൾക്കകം തന്നെ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകനെ പരിചരിക്കുന്നതിനിടെയുണ്ടായ അവിചാരിത അപകടത്തെ തുടർന്നാണ് റഹീം കൊലക്കുറ്റത്തിന് ജയിലിലായത്. 2011 സൗദി കോടതി റഹീമിന് വധശിക്ഷ വിധിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി ഒത്തുചേർന്ന് 34 കോടി രൂപ ദിയാധനം റെക്കോർഡ് വേഗത്തിൽ സമാഹരിക്കുകയായിരുന്നു. തുടർന്ന് 2000 റഹീമിന്റെ വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കി. കൃത്യം 20 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു മെയ് 28 റഹീം സ്വന്തം മണ്ണിലേക്ക് തിരികെ എത്തുമ്പോൾ അത് ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, മലയാളി സമൂഹത്തിന്റെ തന്നെ കണ്ണീരും പ്രാർത്ഥനയും സഫലമാകുന്ന നിമിഷമാണ്. 2 പതിറ്റാണ്ടിന്റെ ഇരുളടഞ്ഞോർമ്മകളെ മറന്ന് അബ്ദുൾ റഹീമിന് ഇനി സ്വന്തം മണ്ണിൽ സ്വതന്ത്ര ജീവിതം. ന്യൂസ് മലയാളം, കോഴിക്കോട്.